ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ഒരു കണ്ടൻസ്ഡ് മിൽക്ക് വീട്ടിൽ തയ്യാറാക്കുന്നതിൻ്റെ റെസിപ്പിയുമായാണ്. വെറും 2 മിനിറ്റിൽ തീ പോലും കത്തിക്കാതെ കടയിൽ നിന്നും വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായി മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്ത ശേഷം അതിലേക്ക് 1/2 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്ത് വെക്കാം. പിന്നീട് മിക്സിയുടെ ഒരു വലിയ ജാർ എടുത്ത ശേഷം അതിനകത്തേക്ക് 1 കപ്പ് അളവിൽ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് പാൽപ്പൊടി വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ നിഡോയുടെ പാൽപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നീട് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്തത്. അപ്പോൾ നിങ്ങൾക്കിതിന് പകരമായിട്ട് നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് അടച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ഇത് ഒരു കട്ടയോട് കൂടിയ വിധത്തിലാണ് ഉള്ളത്. ഇതിനകത്തേക്ക് നമ്മൾ 1/2 കപ്പ് അളവിൽ ചൂടുവെള്ളം ചേർത്തിട്ടാണ് ഇനി ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നത്. ഇളം ചൂടുവെള്ളം വേണം ഉപയോഗിക്കാൻ. നമ്മൾ കൈ ഒന്ന് മുക്കുന്ന സമയത്ത് അധികം ചൂടില്ലാത്ത വിധത്തിൽ വേണം വെള്ളം എടുക്കാൻ. അതിനുശേഷം നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് കട്ടിയിലാണ് ഉള്ളത്. അപ്പോൾ ആ 1/2 കപ്പ് വെള്ളം ഞാൻ മുഴുവനായി ഈ സമയത്ത് ചേർത്തിട്ടില്ലായിരുന്നു. അതിനുശേഷം ബാക്കിയുള്ള വെള്ളം കൂടി ചേർത്ത് കൃത്യം 1/2 കപ്പ് വെള്ളത്തിലാണ് ഞാൻ ഇത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇത് ഒരു ബൗളിനകത്തേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇതുള്ളത്. ഇത് കുറച്ച് ലൂസായ ഒരു കൺസിസ്റ്റൻസിയെ തോന്നുമെങ്കിലും ഇത് ഒരു 5 അല്ലെങ്കിൽ 6 മിനിറ്റ് സമയം ഒന്ന് ഫ്രീസറിൽ വെച്ചെടുക്കുക. അതിനുശേഷം ഫ്രീസറിൽ വെച്ചതിന് ശേഷം എടുത്തിട്ടാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാലറിയാം കടയിൽ നിന്നും വാങ്ങുന്ന അതേ ടെക്സ്ചറിൽ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ ഒരു 3-4 മാസം ഇത് നമ്മൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. അതുകൊണ്ട് ഈ നോമ്പൊക്കെ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ കുറച്ച് കൂടിയ അളവിൽ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഡെസേർട്ട് ഉണ്ടാക്കുന്ന സമയത്ത് കടയിൽ നിന്നും വാങ്ങേണ്ട ആവശ്യം വരുന്നില്ല. ഇതുപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു ഡെസേർട്ടിൻ്റെ വീഡിയോ കൂടി നാളെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. താങ്ക് യു.